ഈ കെട്ടിനകത്താണ് കൂടുതൽ രക്തസാക്ഷികളായ ആളുകളെ അടക്കം ചെയ്തിട്ടുണ്ട്. അത് നടുവിൽ കെട്ടുകയാണ്. ആ കെട്ടിനകത്ത് ഹംസ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ്, ഇങ്ങനെ 3 സഹാബികളാണ് പ്രധാനമായിട്ട്. അത് ആദ്യം അടക്കം ചെയ്തു പോയി, പിന്നീട് വന്ന മഴയിൽ മലവെള്ളപ്പാച്ചിൽ വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഭൗതിക ശരീരം കാണുന്നൊരവസ്ഥ ഉണ്ടായപ്പോൾ അവിടെ നിന്നെടുത്ത് വീണ്ടും മറമാടി അടയാളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ മലയുടെയും ഇതാണ് ജബൽ റുമാത്ത്, ായിട്ടുണ്ടാവുള്ളൂ പള്ളി ഉണ്ടാക്കിയിട്ട് ഈ സ്ഥലത്ത് ഇങ്ങനെ നേരിട്ട് മുമ്പ് മുതൽ നേരിട്ട് ചെന്ന് സിയാറത്ത് ചെയ്ത് സലാം പറയാൻ പറ്റുന്നില്ല. ഇപ്പം ബദറും അനുവദിക്കുന്നുണ്ട്. മുമ്പ് ബദറിലേക്ക് പോകാൻ പറ്റുന്നില്ല. പരിശുദ്ധരായ ഉഹദ് ശുഹദാക്കളുടെ പങ്കെടുത്ത പരിശുദ്ധരായ ഉഹദ് ശുഹദാക്കളുടെ രക്തസാക്ഷികളായ മഹാന്മാരുടെ പ്രധാനായ മഹാദികൾ പൂർത്തീകരിച്ചതുമാറാകട്ടെ. എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും നമുക്ക് നീക്കി തരട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഉംറ ഉദ്ദേശമാക്കി വന്നവരാണ്. ആ ഉംറയുടെ അമലകളിൽ നിന്ന് നമ്മൾ ആദ്യം മദീനയിൽ വന്ന് ഇനി ഉംറയിലേക്ക് മക്കയിലേക്ക് പോകാൻ പോവാം. എല്ലാ അർത്ഥത്തിലും എന്താണോ ദീൻ ഉംറ കൊണ്ട് സിയാറത്ത് കൊണ്ട് അർത്ഥമാക്കിയിട്ടുള്ളത്, ആ നേട്ടങ്ങളൊക്കെ നേടുന്ന മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്ത് അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂട്ടമായി ദുആ ചെയ്യാൻ ഇവർ സമ്മതിക്കില്ല. കുറച്ചിട്ട് പോകാൻ വേണ്ടി പറയും. എല്ലാവരും ഫാത്തിഹ ഇഖ്ലാസ് മഅവ്യത്തിന് ഓതിയിട്ട് സ്വന്തമായിട്ട് ആത്മാർത്ഥമായിട്ട് കരഞ്ഞ് ദുആ ചെയ്യാം. ചിലപ്പോൾ അതുകൊണ്ട് നമുക്ക് പോകാൻ വേണ്ടി പറയും.